എല്ലാവരും പ്രതീക്ഷിക്കുന്ന കത്താണ്. ഭാഷയുടെ ക്ലാസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തോ കാരണം കൊണ്ട് കർത്താവിന്റെ ദാസന് കയറുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസന്റെ അഭാവത്തിൽ നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന മറ്റുള്ള ദൈവദാസന്മാരും ഉണ്ട്. അവർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ കാണും. അതുകൊണ്ട് ഞാൻ ഇന്ന് അല്പസമയം ദൈവത്തിന് വചനം സംസാരിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ നിങ്ങളോട് ആയിരിക്കുന്നത്. നെറ്റ്വർക്കിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊക്കെ ബാക്കിയുള്ളവരെല്ലാവരും കൈകാര്യം ചെയ്തുകൊള്ളണം എന്ന കാര്യം ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ആ വെളിപ്പാട് പുസ്തകത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രസംഗം നിന്ന് കഴിഞ്ഞാൽ ബാക്കി ഭാവിച്ചാൽ ഫില്ല് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനായിട്ടും എല്ലാവരും ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഈ വെളിപ്പാട് പുസ്തകം നമ്മളെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് ഈ സഭാ കാലയളവ് കഴിഞ്ഞ് അതിന്റെ അവസാനമാകുമ്പോഴത്തേന് നമ്മുടെ കർത്താവിന്റെ വരവ്, ആ വരവോടുകൂടെ ദൈവസഭ എടുക്കപ്പെട്ട ശേഷമായിട്ടാണ് 70ാമത്തെ ആഴ്ചവട്ടം ദാനിയേൽ പ്രവാചകന് ദൈവത്തെ ദൂതൻ വെളിപ്പെടുത്തി കൊടുത്ത 70ാമത്തെ ആഴ്ചവട്ടത്തിന്റെ ആരംഭം, അല്ലെങ്കിൽ ആ കാലഘട്ടമാണ് മഹോദരകാലം എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ലോകവും അതുപോലെ പ്രത്യേകിച്ച് യഹൂദന്മാരും ഒക്കെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. ലോകത്തിനും പൊതുവേ അന്ന് കഷ്ടതയാണ് എന്ന് പറഞ്ഞാൽ കഷ്ടത ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അയക്കുന്നതാണ്. ആ കഷ്ടതയിൽ കൂടെങ്കിലും മനുഷ്യൻ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് ദൈവത്തിന്റെ ഒരു മുഖാന്തരമായിട്ട് ഞാൻ കരുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവമക്കളിലേക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ കർത്താവിന്റെ ആ രഹസ്യ വരവിൽ നമ്മൾ എടുക്കപ്പെടും. പിന്നെ ഈ കഷ്ടത്തിൽ കൂടി ഒന്നും കടന്നു പോകത്തില്ല എന്നുള്ളൊരു ആശ്വാസവും ചിന്തയും ഒക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. കൈവിടപ്പെട്ടു പോകുന്നവർക്കുണ്ടാകുന്ന അനർത്ഥങ്ങള്, കഷ്ടങ്ങള്, പ്രയാസങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനേക കഷ്ടങ്ങളിൽ കൂടെയാണ് അന്ന് മനുഷ്യർ പൊതുവെ കടന്നു പോകുന്നത്. മുദ്ര ഏൽക്കുന്നവർക്കായാലും ദൈവം അയക്കുന്ന ന്യായവിധിയൊക്കെ അവർ സഹിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കുവാനോ അല്ലെങ്കിൽ ചില സ്വാതന്ത്ര്യം പോലെ അവർക്കുണ്ടായാലും അതൊക്കെ അവരുടെ അവസാനം അത് കഷ്ടത്തിലായി തീരുമെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഇത് ബാധിക്കുന്നതല്ല എന്നുള്ള ചിന്തയിലല്ല നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മള് കൈവിടപ്പെട്ടു പോയെങ്കിൽ നമ്മള് കടന്നു പോകേണ്ടുന്ന വഴികൾ വല്ലാത്ത കഷ്ടമാണ്. അതുകൊണ്ട് ജാഗ്രരൂപരായിട്ട് നമുക്ക് ദൈവത്തെ സേവിക്കുവാനൊക്കെ ഉള്ളൊരു വാണിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനാണ് നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഇത് ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രം ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ, ഉള്ളിലോട്ട് കയറത്തുള്ളൂ. നമ്മുടെ ക്രിസ്തു നമ്മളിൽ ഒരു ഭാഗത്തിരിക്കുന്ന കൊണ്ടാണ് നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനുള്ള താല്പര്യവും ഒക്കെ നമുക്ക് അതിനകത്തുള്ള വിശ്വാസമൊക്കെ ഉണ്ടാകുന്നത്. ലോക മനുഷ്യരായ ആൾക്കാരോട് ഇതിപ്പം കർത്താവ് വരുന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് വരുവോ പോവോ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവരൊക്കെ ഇടപെടുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരാളോട് ചെറിയ സുവിശേഷം പറയാനുള്ള സന്ദർഭം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, അത്തിയെ നോക്കുമ്പോൾ ഓടിപ്പാനൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത്തി എന്തെല്ലാം വർഷങ്ങൾ നിൽക്കുന്നു, നേരം അത്തിയുടെ കാര്യം പറയുന്നു. അപ്പൊ കേട്ട രസം തോന്നി. അപ്പൊ അവർക്ക് അതൊന്നും ഒരു വിഷയം ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഇതിനോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവായതുകൊണ്ട് നമുക്കറിയാവുന്ന, നമുക്ക് അതിനെക്കുറിച്ചുള്ള ആഗ്രഹവും താല്പര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ ദാസൻ നമ്മളെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വരെ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. എന്നാല് 12-ാം വാക്യത്തിൽ നിന്ന് 12-ാം അധ്യായത്തിൽ മുതൽ ചില കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചിന്തിച്ച് നമുക്ക് ഈ മീറ്റിംഗ് നമുക്ക് നിർത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് 12-ാം അധ്യായത്തിൽ ഉള്ള വിഷയം എന്ന് പറഞ്ഞാല് സ്വർഗത്തിലുണ്ടായ ആ യുദ്ധം നിമിത്തമായി മീഖായേലും ചില ദൂതന്മാരും മഹാസർപ്പത്തോടെ പടവെട്ടി ആ
സർപ്പം മഹാസർപ്പത്തെ അവരെ സ്വർഗത്തിൽ നിന്ന് തള്ളി ഭൂമിയിലേക്ക് തള്ളി താഴെ ഇട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്നാൽ ഇന്ന് നമ്മളെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യം പിശാചിന്റെ അല്ലെങ്കിൽ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നമ്മളെ കൂടെ ബാധിക്കുന്ന കാര്യം ഇന്ന് അവന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 8-ാം വാക്യത്തിൽ കാണുന്ന സ്വർഗത്തിൽ പിന്നെ സ്ഥലം കാണില്ല, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പനെ. അപ്പൊ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന മഹാസർപ്പം ആയ പഴയ പാമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഭാഷ ഇല്ലാത്ത സമയത്ത് ഞാൻ അല്പസമയമൊക്കെ സംസാരിക്കല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നമേ സംസാരിച്ചുള്ള ഒരു കാര്യമാണ്. ഭൂതലത്തെ മുഴുവനും തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ പല വിധത്തിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ മാത്രം മതി, അവന് സന്തോഷമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ് മത്തായി സുവിശേഷം 24-5 വാക്യത്തിൽ, ആരും ഏത് വിധേനെ നിങ്ങൾ തെറ്റിക്കരുത്. കർത്താവിന്റെ വരവിനെ കുറിച്ച് ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ്, ആരും ഏത് വിധേനെ നിങ്ങളെ തെറ്റിക്കരുത്. തെറ്റിക്കരുത് പറഞ്ഞപ്പോൾ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ, ശരിയായ ഉപദേശങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അങ്ങനെയും ഇങ്ങനെയും ഒക്കെ നമ്മളോരോന്ന് കേട്ട് ഉപദേശത്തിന്റെ കാറ്റിനാൽ നമ്മളെ ഉഴലുന്നവരായിട്ടല്ല, ശരിയായ ഉപദേശം തന്നെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ജീവിച്ച് നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ സാത്താനെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല്, അവിടെ വായിക്കുന്നത് ഭൂതലത്തെ മുഴുവനും തിരിച്ചു കളയുന്ന പിശാച് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവന്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ വായിക്കുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസേനയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും സാത്താന്റെ ഇപ്പോഴത്തെയും ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ രാപ്പകൽ കുറ്റം പറയുന്ന ഒരു ശിശു അല്ലെങ്കിൽ ഒരു പണി അല്ലെങ്കിൽ ഒരു ജോലി, ആ ഒരു സ്വഭാവമാണ് സാത്താനുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മള് ആ കാര്യത്തെ ജയിക്കുന്ന കാര്യത്തെ കുറിച്ച് അവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അവർ അവനെ കുഞ്ഞാന്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യം പതിന ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ കുഞ്ഞാന്റെ രക്തഹേതുവായും നമ്മുടെ സാക്ഷ്യം വചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവപ്രസാദകരമായ ജീവിതം ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ നമ്മൾ ജീവിച്ചു. അങ്ങനെയാണ് നമ്മുടെ സാക്ഷ്യം വചനമായും അവനെ ജയിച്ചു. രാപ്പകൽ നമ്മുടെ തങ്ങളുടെ സാക്ഷ്യഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ മരണപര്യന്തം നമ്മുടെ പ്രാണനെ സ്നേഹിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യത, അതുപോലെ ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നന്മകൾ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ജീവനെ പോലും നമ്മളെ സ്നേഹിക്കാതെ നമ്മളെ സാത്താനെ ജയിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 12, 13, 14 അധ്യായങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അതില് ഈ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്. 13-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ സാത്താന്റെ ത്രിത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മഹാസർപ്പം, അതുപോലെ എതിർ ക്രിസ്തു, അതുപോലെ കള്ളപ്രവാചകന്. അപ്പോൾ ഈ മഹാസർപ്പം തന്റെ അധികാരങ്ങളും സിംഹാസനവും ശക്തിയും ഈ എതിർ ക്രിസ്തുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, കർത്താരദാസൻ പറയുന്ന കാര്യമാണ്. ഒരു മനുഷ്യനാണിത്, ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനിലെ ഈ വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ഈ ശക്തിയും അധികാരവും സിംഹാസനവും എല്ലാം ഈ മഹാസർപ്പം പിശാച് കൊടുക്കുന്നത്.
ഒരു 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 വ്യക്തിയിലുള്ള അവന്റെ അങ്ങ് വ്യാപാരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർത്താനദാസനെ ക്രിസ്തുവിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ്, ചില കാര്യങ്ങളൊക്കെ പറയുവാനേ തീർന്നു. ഒരു മഹാതന്ത്രശാലിയാണ്, അവര് ജ്ഞാനിയാണ്, അതുപോലെ തന്നെ വലിയ സൈനിക ശക്തിയുള്ളവനാണ്. ഇങ്ങനെയുള്ള ഒത്തിരി യോഗ്യതകൾ ആ മനുഷ്യരെ ഈ സാത്താൻ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവ് ലോകത്തിൽ ജഡത്തിലായിരിക്കുമ്പോൾ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് ഈ പിശാച് കർത്താവിന്റെ അടുക്കൽ ചെന്നപ്പോഴും അവൻ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യമാണ്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനെ അല്ലെങ്കിൽ അവനെ മാറ്റിക്കളഞ്ഞ് അല്ലെങ്കിൽ ആ പരീക്ഷയില് വീഴാതെ ജയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്കൊരു മാതൃകയാണ്. ലോകത്തിൽ ജഡത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ നമ്മൾ സ്നേഹിച്ചും ദൈവത്തെ ആരാധിച്ചും കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മഹത്വമോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ ഒന്നും നമ്മളെ ആകർഷിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ ലോകത്തിലെ ജീവിതത്തിൽ അപ്പുറത്തോട്ട് നിശ്ചയമായും നമുക്ക് നിത്യതയുണ്ട്, നമ്മുടെ കർത്താവിനോടൊരു വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ അടിയറ വെക്കേണ്ട ആവശ്യമില്ല. അറിയാവുന്ന കാര്യമാണ്, ഏശാവിനെ സംബന്ധിച്ച് യാക്കോബിന്റെ അടുക്കല് താൻ പരാജയപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ഊടിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ എന്ന് പറയുന്ന ആ ഒരു സംഗതി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തെ കൂടാത്ത എന്ത് ബഹുമാനമായാലും എന്തെല്ലാം അധികാരമായാലും എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും നമ്മുടെ ദൈവത്തെ കൂടാത്ത ഒന്നും നമുക്ക് വേണ്ട എന്ന് നമ്മള് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വെക്കുവാനായിട്ട് കഴിയുന്ന എന്താണെന്ന് ചോദിച്ചാൽ അപ്പുറത്തോട്ടുള്ള ദർശനമുള്ളവർക്ക് മാത്രമേ അങ്ങനെ വേണ്ട എന്ന് വെക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ശക്തിയും അധികാരവും സിംഹാസനവും എല്ലാം ഈ മനുഷ്യനെ ഈ മഹാസർപ്പം കൊടുത്ത് പിശാച് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇവനെ തന്നെത്താനെ നിഗളിച്ചു പോകുന്നു, അല്ലെങ്കിൽ വലിയ എന്ന് പറഞ്ഞാൽ തന്നെത്താനെ ഉയർത്തുന്ന അഹങ്കാരത്തിൻ്റെതായ ഒരവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 13-ാം അധ്യായം 6-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ നാമത്തെയും അവരുടെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വാതുറന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തെ ദുഷിപ്പാൻ, ജീവനുള്ള ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, ദൈവമക്കളെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? സർവശക്തനായ ദൈവം. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള നീരുറവുകളെ എല്ലാം സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഒക്കെ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ദൈവത്തെ ദുഷിക്കാൻ പോലും ശകലം പോലും ഭയമില്ലാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവനെ ആവരിക്കുന്ന ആ ആത്മാവ്, ദുരാത്മാവ് ആണ് അവനെ കൊണ്ട് അതൊക്കെയും ചെയ്യിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാ 53-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമില്ല എന്ന് വഷളൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറയുമ്പോൾ അവര് ദൈവമില്ല എന്ന് പറയുന്നത് എന്തിനാ അത് പറയുന്നത് വെച്ചാൽ അവർ വഷളന്മാരായി നടക്കാനാ, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാനാ. ദൈവമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊന്നുമില്ലല്ലോ, ഇവിടെ ലോകത്തിലെ ജീവിതം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ന് അങ്ങ് കണ്ണുമടച്ചങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാസം പറഞ്ഞാൽ ഇവരാരുമല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. പിന്നെ ഇവര് തീരുമാനിക്കുന്ന പോലെയൊക്കെയാണ് ഇവരെയൊക്കെ സംസാരം കേട്ടാൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു വലിയ തലമുറ നമ്മുടെ കാലത്ത് തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൈശാചിക ശക്തിയോട് അങ്ങോട്ട് വ്യാപരിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യൻ ദൈവത്തെയും തന്റെ സിംഹാസനത്തെയും തന്റെ കൂടാരത്തെയും ഒക്കെ ദുഷിക്കുകയും അതുപോലെ ആ വഷളത്വം പറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ദൈവം ഇവന് കുറച്ചു കാലം പ്രവർത്തിക്കാനായിട്ട് കുറച്ചു കാലം കൊടുക്കുന്നുണ്ട്. ഒരു 42 മാസമാണ് ഇവനെ പ്രവർത്തിക്കാനായിട്ടുള്ള കാലം കൊടുക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ദൈവം അങ്ങനെ ഒരു 42 മാസം അവന് അനുവദിച്ചു കൊടുക്കുമ്പോൾ അവന് ഇഷ്ടം പോലെ
പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാലോ 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തില് നമുക്കറിയാവുന്ന കാര്യം, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവോത്സവത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാന്റെ ജീവോത്സവത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. ദൈവമക്കളെ, ഞാൻ ഈ വാക്യം തന്നെ ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കരുണയാലും കൃപയാലും ജീവോത്സവത്തിൽ നമ്മുടെ ഒക്കെ പേരെഴുതുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ദൈവത്തെ അറിയുവാനുള്ള ബുദ്ധി, കഴിവ്, ജ്ഞാനമൊക്കെ ദൈവം തന്നു. നമുക്ക് ഈ കാര്യം തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകം 20:15 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 20 വായിക്കുന്നുണ്ട്. ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയെ തള്ളിയിടും. അപ്പോൾ ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയെ തള്ളിയിടും. നമ്മളെ തീപ്പൊയ്ക എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് ഇത് വിശ്വസിക്കാനുള്ള കൃപ നമുക്ക് തന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് ദൈവം ദാനമായിട്ട് തന്നു. കർത്താവ് പറയുന്ന കാര്യം വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും ഒക്കെയുള്ള ഒരു കൃപയും ശക്തിയും ഒക്കെയാണ് നമുക്ക് തന്നത്. ഞാൻ ഇവിടുന്ന് ഇവിടെ ഈ കാര്യം പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ കടന്നു വന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു പരാമർശമാണ് എന്റെ ഹൃദയത്തില് കടന്നു വന്ന ഒരു ചിന്ത. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ വിതയ്ക്കുന്നവന്റെ ഉപമ നമ്മുടെ കർത്താവ് പറഞ്ഞ ശേഷമായിട്ട് 13-ന്റെ അതിന്റെ ഏതാണ്ട് 13 ഞാൻ മത്തായി സുവിശേഷം ഞാനൊന്ന് എടുത്തോട്ടെ. 13-ാം അധ്യായം അതിന്റെ വിതയ്ക്കുന്നതിന്റെ ഉപമയെ കുറിച്ച് കർത്താവ് പറഞ്ഞ ശേഷമായിട്ട് 42-ാം വാക്യത്തിൽ പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീ ചൂളിട്ടുകളയും. ആ വിതയ്ക്കുന്നതിന്റെ ഉപമയില് കർത്താവ് പറയുന്നത് 4 സ്റ്റേജിലുള്ള സ്ഥലത്ത് വിതയ്ക്കുന്ന ആള്, എന്നാൽ നല്ല വിത്ത് അല്ലെങ്കിൽ നല്ല നിലത്ത് വീണ വിത്തിന്റെ 2 അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നിഗമനത്തില് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ, ക്രിസ്തീയ സഭയുള്ളവരെ തന്നെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നീതി പ്രവർത്തിക്കുന്നവരും അധർമ്മം പ്രവർത്തിക്കുന്ന 2 ഗ്രൂപ്പായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് തീച്ചുകൂടയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അത് തീച്ചുകൂടയിൽ പോകുന്നവരുടെ അവസ്ഥയാണ്. എന്നാൽ അവിടെ ദൈവം അതിന്റെ 43-ാം വാക്യത്തിൽ പറയുന്ന, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ലോകസ്ഥാപനം മുതൽ കുഞ്ഞാണ്ട് ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവരും അതിനെ നമസ്കരിക്കും. അതിനെ നമസ്കരിക്കാനുള്ള അനന്തരഫലം നമുക്കറിയാം. യാവും പകലും ഒരു സ്വസ്ഥതയും അവർക്കുണ്ടാകത്തില്ല എന്നുള്ള കാര്യം അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അത് പറഞ്ഞ ശേഷമായിട്ട് പറയുന്നത്, ഇവിടെ പറയുന്നത് നീതിമാന്മാരായിരിക്കുന്ന ആൾക്കാരുടെ കാര്യം ദൈവം പറയുന്നത്, അന്ന് നീതിമാന്മാർ ഞങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവമക്കളെ, ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ ദൈവം ഇവിടെ പറഞ്ഞ ശേഷമായിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം, അതിന് വേണ്ട വില കൊടുക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് താഴോട്ടുള്ള സ്വർഗരാജ്യത്തെ കുറിച്ച് താഴോട്ടുള്ള രണ്ട് കാര്യങ്ങളോട് കർത്താവ് പറയുന്ന കാര്യം നമ്മൾ പരാമർശിച്ചോട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് ഞാൻ ചിന്തിക്കുന്നത്. 44-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയുടെ സദൃശ്യം, അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ കാണാം.
എന്നാൽ എന്റെ ഒരു ചിന്താഗതി ഞാൻ പറയുന്നത്, ലോകത്തിൽ ജഡത്തിലായിരിക്കുന്ന ചില മനുഷ്യരെ ദൈവത്തെ സേവിക്കുവാൻ തടസ്സമായതൊക്കെ മാറ്റി വെച്ച്, അതൊക്കെ വേണ്ടാന്ന് വെച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്വർഗരാജ്യം എന്ന് പറയുന്ന വയലിന്റെ മൂല്യം മനസ്സിലാക്കി തനിക്കുള്ള എല്ലാം വിറ്റ് ആ വയൽ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെ സാധാരണ നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദൈവത്തിന്റെ ദാസ സാധു സുന്ദർ സിംഗിന്റെ കാര്യങ്ങൾ. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ വായിച്ച കാര്യങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്, ചെറിയൊരു ഓർമ്മയുണ്ട്. തന്നെ ഈ വിശ്വാസത്തിന്റെ മാറ്റിക്കളയാനായിട്ട് വളരെയേറെ ശ്രമിച്ച ശേഷമായിട്ട് തന്നെ ഒരു രാജീയ കുടുംബത്തിലാണല്ലോ മനുഷ്യൻ ജനിച്ചത്. തനിക്ക് അവകാശമായിട്ടുള്ള ഒത്തിരി സമ്പത്തുകൾ, ധാരാളം സമ്പത്തുകൾ ഒരു സ്ഥലത്ത് കൂട്ടിവെച്ച ശേഷമായിട്ട് മാറിയ ഒരു എന്റെ ഇപ്പുറത്തോട് മാറിയ ഒരു ബൈബിളും വെച്ചു. എന്നിട്ട് അവര് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആ ദേവദാസൻ ഓടി ചെന്ന് ആ ബൈബിളാണ് എടുത്തത്. ആ സ്ഥലത്തിന്റെ ആധാരങ്ങളോ അല്ലെങ്കിൽ രത്നങ്ങളോ സ്വർണങ്ങളോ ഒന്നും വേണ്ടെന്ന് വെച്ച് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ താൻ കണ്ട ആ വയൽ എല്ലാം ആ വയൽ വാങ്ങി എന്ന് പറയുന്ന പോലെ സന്തോഷിക്കാത്ത തന്നെ തറയൊക്കെയും വെച്ച് ആ വയൽ വാങ്ങി. ഇതുപോലെ ദൈവമക്കളെ നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാൽ ലോകത്തിലുള്ള പലതിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ഇടിയായി തീർന്നു എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷകരമായ കാര്യമാണ്. നിത്യതയുടെ കാഴ്ചപ്പാട് പുറകിൽ മാത്രമേ നമ്മൾ ലോകത്തിലേക്ക് കാര്യാവൂ, അങ്ങനെയാണ് നമ്മൾ നിർത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അതിന്റെ 45-ാം വാക്യത്തിൽ പറയുന്നതുപോലെ കർത്താവ് പറയുന്നത്, പിന്നെ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യം. അവന് വിലയേറിയ ആ മുത്ത് കണ്ടെത്തിയപ്പോൾ തനിക്കൊക്കെയും വിറ്റ് അത് വാങ്ങി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല കാര്യങ്ങളും വിറ്റ് അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങുന്ന ദൈവമക്കളുടെ കാര്യമായിട്ടാണ് നമുക്കിവിടുന്ന് ആ കാര്യങ്ങളെ പരാമർശിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പ്രത്യേകിച്ച് അവിടെ പറയുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തില് പറയുന്ന കാര്യം, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ ശേഷമാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ സഭകളോട് പറയുന്ന ദൂതിലും ദൈവം അവിടെ പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തില് പറയുന്ന എഫേസ സഭയോടുള്ള സഭയുള്ള ദൂതില് പറയുകയാണിരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെ പറയുമ്പോൾ 2:7 അത് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പരദീസ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ മഹിമ, ശ്രേഷ്ഠത, അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇന്ന് ജഡത്തിലായിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഏതായാലും സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ് ജയിക്കുന്നവനെ ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമായിട്ടല്ല, അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ അങ്ങ് ചിന്തിക്കാറിയുന്നത്. അവിടെയും പറയുന്നത്, ഇത് പറയുന്ന ശേഷമായിട്ട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ 2-ാമത്തെ സഭയാകുന്ന സ്മുർണ്ണ സഭയോടുള്ള ദൈവത്തിന്റെ ദൂത് പറഞ്ഞ ശേഷമായിട്ട് അവിടെയും പറയുന്നത് എന്നാൽ ഞാൻ ജീവകിരീടം തരും. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവികളോട് കേൾക്കട്ടെ. ഞാൻ നിനക്ക് ജീവകിരീടം തരും, ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് 7 സഭകളോടുള്ള ദൈവത്തിന്റെ ദൂതില് ഓരോ അനുഗ്രഹങ്ങളും വളരെ ശ്രേഷ്ഠമായിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേട്ട് ഗ്രഹിക്കണം,
അത് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ പെർഗമോസ് സഭയുള്ള ദൂതനും പറഞ്ഞിരിക്കുന്നത് മറന്നിരിക്കുന്ന മഞ്ഞ 2:15 വായിക്കുന്നത് സഹോദരൻ ജയിക്കുന്നവനെ ഞാൻ കല്ലും ലഭിക്കുന്നല്ലാതെ ആറ് കല്ലുകൾ എഴുതിയിരിക്കുന്നത് പേര് മറഞ്ഞിരിക്കുന്ന മഞ്ഞ. മക്കളെ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മന്ന തിന്നു. അത് സത്യമായ കാര്യമാണ്. അതിന്റെ രുചിയെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ മന്ന, അതിന്റെ രുചി, അതിന്റെ മാഹാത്മ്യം എന്താണ് നമുക്ക് അറിയത്തില്ല. എന്നാൽ ജയിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ഒരു നന്മയാണ് മറഞ്ഞിരിക്കുന്ന മഞ്ഞ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊക്കെ മൂല്യങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുമാത്രം എന്റെ മഹത്വം ഉണ്ടെന്ന് നമുക്ക് വിട്ടിരുന്ന് ജലത്തിലായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇതെല്ലാം പറഞ്ഞ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മള് തിരുവനന്തപുര സഭയ്ക്ക് കൊടുക്കുന്ന വാഗ്ദത്തങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ അതിന്റെ 2-ാം അധ്യായം 26-ാം അവിടെ പറയുന്നത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോട് അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെയ്യുള്ളവർ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ നമുക്ക് ഉത്സാഹമുള്ളവരായി, അല്ലെങ്കിൽ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച കൽപ്പനകളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവിനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ അധികാരം കൊടുക്കുന്ന പറഞ്ഞാൽ ഭരിക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് തരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവ് ലോകത്തിൽ ജനത്തിലായിരിക്കുമ്പോൾ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് ദൈവദാസനായ പത്രോസ് കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവെ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യം ഒരു പക്ഷേ മോദ്യമായ ചോദ്യമാണെന്ന് നമുക്ക് തോന്നിയാലും അവര് സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചു. ഈ സകലതും വിട്ട് അനുഗമിച്ചു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവര് ലോകത്തിൽ വലിയ ഔന്നത്യമായ സ്ഥാനത്ത് വരുന്നവരല്ല. അവർക്ക് മുഖ്യപരാണ്. ഒരു പക്ഷെങ്കിൽ അവർക്ക് വിടാനുള്ളത് ചിലപ്പോൾ പടകും വലയും ഒക്കെ ആയിരിക്കാൻ വിട്ടത്. എന്നാൽ വിട്ട ഞങ്ങളുടെ പേരിലാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ പേരിലാണ് വിട്ടത്. അവർ പിൻപറ്റുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിനാണ് പിൻപറ്റുന്നത്. ദൈവമകളെ, കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളാണ് എന്റെ കഷ്ടങ്ങൾ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് രാജ്യം നിയമിച്ചിരുന്നു. നിങ്ങൾ 12 പേര് 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവമകളെ, നമ്മൾ കർത്താവിനെ അനുഗമിച്ച് കർത്താവിനെ സേവിച്ച് നമ്മുടെ കർത്താവിന്റെ പിന്നാലെ നമ്മൾ ഇറങ്ങിയെങ്കിൽ നമ്മൾ അനുഗമിക്കുന്ന നമ്മുടെ പാറ, നമ്മുടെ പ്രാണനാഥൻ അതാരാന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. നമ്മുടെ കർത്താവ് പറയുന്നത്, എന്റെ പിതാവ് എനിക്ക് അധികാരം തന്നതുപോലെ നിങ്ങളറിയാമോ, 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഭരിക്കുവാനുള്ള അധികാരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിട്ട് കർത്താവ് അവിടെ ആത്മാ പറയുന്നത്, അവിടെ അവൻ ജയിക്കുന്നവനാണ്. അവിടെ പറയുന്നത് സഭകളോട് അവിടെ പറയുന്ന കാര്യം, ഞാൻ അവന് പുതിയ നക്ഷത്രം കൊടുക്കും. പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് മാത്രമേ മകളെയാണ്ട് ലോകത്തിൽ ജഡത്തിൽ നമ്മൾ വിശ്വസ്തയോട് നമ്മൾ ദൈവത്തെ സേവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നന്മ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അന്ന് നമ്മൾ കർത്താവിനോട് തന്റെ സിംഹാസനങ്ങളിൽ ഇരുന്ന് ലോകത്തെ ഭരിക്കും. ദൈവം നമുക്ക് ഭരിക്കുവാനുള്ള അധികാരങ്ങൾ തരും. ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിച്ച് കളയുന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ഭരണത്തെ കുറിച്ച് അതിന്റെ രുചി അറിയാത്തതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാകത്തില്ല. എന്നാൽ നമുക്കറിയാമല്ലോ,
ലോകത്ത് ഓരോരുത്തർ ഭരണത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് അവര് ചെയ്യുന്നത്. എത്രയോ കോടി രൂപയാണ് അതിനു വേണ്ടി ചിലവാക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ആ കാര്യങ്ങൾ. ഞാൻ ഇങ്ങനെ പേപ്പറിലൊക്കെ ചെറുതായിട്ട് വായിച്ച കാര്യങ്ങളാണ്. ഈ രണ്ട് സ്ഥാനാർത്ഥികളും അവർ പ്രസിഡന്റ് പദത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ അവരുടെ കൂടെ പ്രവർത്തിക്കാനായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ പാർട്ടി അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന അവരുടെ നേതാവ് ജയിച്ചാൽ ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം നന്മയാണ് അല്ലെങ്കിൽ എന്തെല്ലാം പദവികളാണ് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരാൾ തന്നെ വൈസ് പ്രസിഡന്റ് ആകും, ഒരാൾ സ്റ്റേറ്റ് സെക്രട്ടറി ആകും, പിന്നെ അതിനോട് ബന്ധത്തിലുള്ള എന്തെല്ലാം പദവികളാണ് ലഭിക്കുന്നത്. അപ്പോൾ അവരുടെ നേതാക്കന്മാർ തോറ്റുപോയാൽ അവരുടെ അതെല്ലാം നിരാശയിലായിത്തീരും, അവർക്ക് വലിയ വിഷമുണ്ടാകും. അതേസമയം മറ്റേ പാർട്ടിയുടെ നേതാവ് ജയിച്ചു കഴിയുമ്പോൾ ആ അണികൾക്കെല്ലാം വലിയ സന്തോഷമാണ്. ഞങ്ങള് പ്രവർത്തിച്ച ഞങ്ങളുടെ നേതാവ് ഇനിയും 4 വർഷത്തേക്ക് ഭരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പദവികൾ, അതുപോലെ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവർക്കൊക്കെ സന്തോഷം തോന്നും. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ നേതാക്കന്മാരെ ആൾക്കാരൊക്കെ ഭരിക്കാൻ അവർക്കൊക്കെ ഒരു കാലയളവുണ്ട്. ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഒരു വ്യക്തിക്ക് 2 ടേണാണ് അവസരമുള്ളത്. അങ്ങനെ ആ 2 ടേൺ ജയിച്ചാൽ കൂടി വന്ന് 4-8 വർഷം കൂടെ ഭരിക്കാനായിട്ട് ഉള്ള അവകാശമുള്ളത്. നമ്മൾ ദൈവത്തെ സേവിക്കുന്നതായ നമുക്ക് ദൈവത്തോടെ ലോകത്തെ ഭരിക്കുവാനുള്ള അവകാശം അതിനേക്കാളൊക്കെ എത്രയോ ദീർഘമായ, എത്രയോ നാളുകളായ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മകൾ, ലഭിക്കാൻ പോകുന്ന നന്മകൾ ചെറിയ നന്മകളല്ല ദൈവമക്കളെ. ദൈവത്തെ സേവിക്കുന്ന വിശ്വസ്തയോടെ നമ്മൾ ദൈവത്തെ സേവിക്കും, ദൈവത്തെ നമ്മൾ മുമ്പോട്ട് പോയാൽ നിശ്ചയമായി നമുക്ക് ദൈവം അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള സാധിക്കുന്നത്. അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ് പറയുന്ന ദൂതില് സഭയോട് സർദീസ് സഭയോട് പറയുന്ന ദൂതില് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, അവിടെ വായിക്കുമ്പോൾ ജയിക്കുന്നവനെ 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റു പറയും. സഭയോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നമ്മൾ ദൈവത്തോടുകൂടെ നടന്ന് നമ്മൾ ദൈവത്തെ സേവിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ പേര് സ്വർഗത്തിലെ ദൈവം ഏറ്റു പറയും എന്ന കാര്യം നിസ്സാരമായ കാര്യമല്ല. അത് വലിയ കാര്യം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 42-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത്, പ്രമാണികൾ തന്നെയും അനേകം അവനെ വിശ്വസിച്ചു. ഉണ്ടോ? കർത്താവ് ലോകത്തിൽ ജഡത്തിലായിരിക്കുമ്പോൾ എന്നറിയാമോ, പ്രമാണികൾ തന്നെ എന്തറിയാമോ തന്നെയും അനേകം അവനെ വിശ്വസിച്ചു. പള്ളി പ്രശ്നരാകാതിരിക്കാൻ പരീക്ഷന്മാർ നൃത്തം ഏറ്റു പറഞ്ഞില്ല താനും. അവർ ദൈവത്താനുള്ള മാനത്തെക്കാൾ മനുഷ്യനുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ദൈവമക്കളെ, നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലോകത്തിൽ ജഡത്തിൽ ആയിരിക്കുന്ന അനേകം ആൾക്കാർക്ക് നമ്മുടെ കർത്താവിനെ അനുഗമിക്കുവാനും കർത്താവിന്റെ നാമം ഏറ്റുപറയുവാനും ഒക്കെ അവർക്ക് മനസ്സില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ, അവർ ദൈവത്താനുള്ള മാനത്തെക്കാളും മനുഷ്യനുള്ള മാനത്തെ അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മനുഷ്യന്റെ ഇടയിൽ സാധാരണമായ ഒരു മാന്യതയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് സാധാരണ മനുഷ്യരെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, ദൈവം നമ്മുടെ പേര് ഏറ്റു പറയുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ദൈവം നമ്മളെ മാനിക്കുന്ന ആ മാന്യത, ദൈവസേനയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ മാനിക്കുന്ന മാന്യത എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാവുന്ന നമ്മുടെ കർത്താവിനെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന്റെ ഇടയിൽ ഉന്നതമായ ദൈവത്തിന് മുമ്പാകെ അറപ്പാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന് മുൻപാകെ ഉന്നതമായ പല കാര്യങ്ങള്, ഒത്തിരി കാര്യങ്ങൾ കാണാം. ആ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മനുഷ്യനാലുള്ള ബഹുമാനം ലഭിക്കാൻ വേണ്ടി ഒക്കെയാണ് ക്രിസ്തുവിന്റെ സേവിക്കാൻ മനസ്സില്ലാതെ, ക്രിസ്തുവിന്റെ നിന്ന് സഹിക്കാൻ മനസ്സില്ലാതെ
അവരൊക്കെ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ദൈവത്തിന്റെ ദാസാന മോശെ ദൈവം തെരഞ്ഞെടുത്തു. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി ആണ് ആ മോശെ ആ കാര്യം തെരഞ്ഞെടുത്തത്. നമുക്ക് ആ കാര്യങ്ങൾ അറിയാം. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, അന്നത്തെ കാലത്ത് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പേര് കിട്ടുകയാണെങ്കിൽ അടുത്ത ചക്രവർത്തിയാണ്. എന്നാൽ ആ മിസ്രൈമിലെ ആ ചക്രവർത്തി എന്ന ആ സ്ഥാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് താനെ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമായിട്ട് തെരഞ്ഞെടുത്തു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചെന്ന് പറഞ്ഞാൽ മോശയുടെ നേതൃത്വത്തിലാണല്ലോ ഇസ്രായേൽക്കാരൊക്കെയും പുറപ്പെട്ടത്. അതുപോലെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങളാണ് സഹിക്കേണ്ടി വന്നത്. 10 അത്ഭുതങ്ങൾ അടയാളങ്ങളും കാണിച്ച് ദൈവം അവരെ വിടുവിച്ച ശേഷമായിട്ട് ചെങ്കടലിന്റെ തീരത്ത് വരുമ്പോൾ മാനസികമായ വിഷമങ്ങള്, എന്തുമാത്രം വിഷമങ്ങളാ എന്ന് പറഞ്ഞാല് ഇരു സൈഡിലും വലിയ പർവ്വതങ്ങളാണ്, മുമ്പിൽ ചെങ്കടലാണ്. കുറെ മിസ്രൈമിലെ രാജാവും പടയാളികളും എല്ലാവരും കൂടെ അവര് സൈന്യ സമേതം അവരിവരെ പിടിച്ചോണ്ട് പോകാൻ വരികയില്ല. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം മോശയ്ക്ക് ഒരു പിടുത്തവുമില്ല. അവിടെ ദൈവം എന്താണ് പ്രവർത്തിക്കാൻ പോകുന്ന കാര്യം മോശയ്ക്ക് മനസ്സിലായില്ല. മോശ രംഗത്ത് പോലും മോശ കരഞ്ഞു പോയിരുന്നത്. ആ സമയത്താണ് സ്വർഗത്തിലെ ദൈവം ചെങ്കടല് 2 ഭാഗിച്ച് അക്കരെ കടത്തിയത്. ദൈവമകളെ, നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം. മോശ മനസ്സോടെ ഈ നേതൃത്വ സ്ഥാനം ദൈവത്തിന് വേണ്ടി താനെ വഹിച്ചത് കൊണ്ട്, ഏറ്റെടുത്തുകൊണ്ടാണ്. മാനസികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് അവരെ അവിടുത്തെ നടത്തി പരിപാലിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന് മാത്രമായിരിക്കില്ല. അതിനുശേഷമായിട്ട് മരുഭൂമിയിലായിരിക്കുമ്പോൾ എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മോശ അനുഭവിക്കേണ്ടി വന്നു. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വെള്ളമില്ല. അതുപോലെ പലവിധമായ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം മോശ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്, ഞാന് ഈ ജനത്തെല്ലാം വഹിച്ചുകൊണ്ട് നടക്കുവാൻ ഞാൻ ഒരു രാത്രി തന്റെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന പോലെ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഇവരെല്ലാവരെയും പ്രസവിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെയും മോശ ചോദിക്കറിയാത്തത് എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ആ ടെൻഷൻ, അതുപോലുള്ള വിഷമങ്ങള് സഹിക്കേണ്ടി വന്നു. ഇതെല്ലാം സഹിച്ചത് കൊണ്ട് നമുക്കറിയാവുന്ന കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ ദാസനാകുന്ന മോശയുടെ ശവം അടക്കിയത് ഏതെങ്കിലും പാത്രികീസ് ബാബായോ പരിശുദ്ധനായ കാതോലിക്ക ബാബായോ ഒന്നുമല്ല അടക്കിയത്. ദൈവമക്കളെ, സർവശക്തനായ ദൈവം തന്നെ അടക്കിയെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ഭാഗ്യപദവികൾ എത്രയോ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ സമുദായത്തിൽ നിന്നും മറ്റും ആൾക്കാർ ബന്ധുക്കോസിലോട്ട് വരുമ്പോൾ സമുദായക്കാരായ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാ, നിങ്ങൾ എവിടാ കുഴിച്ചിടുന്നത്? കല്ലറയുണ്ടോ? അല്ലെങ്കിൽ കാട്ടിക്കൊണ്ട് കുഴിച്ചു? ഇന്നും പറയുന്ന കാര്യമാണ്. ഞങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങൾ റോഡ് സൈഡിലാണ് കിടക്കുന്നത്. പഴയ പള്ളിക്കാരുടെ കല്ലറയൊക്കെ റോഡ് സൈഡിലല്ലേ. അവിടെ അവരുടെ ആരും അവിടെ ഈ വണ്ടി പോകുന്നവർക്ക് കണ്ടോടെ കിടക്കാനുള്ള ചിന്തയാണ്. ഇന്നേരമായിട്ട് ബന്ധുക്കോസുകാരെല്ലാം കാട്ടിക്കൊണ്ട് കുഴിച്ചിടുന്നൊക്കെയാണ് പറച്ചത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏതായാലും നമുക്ക് ദൈവം നമുക്കാണ് നല്ലൊരു വാഗ്ദത്തം ദൈവം നല്ല ഉയർത്തുന്ന നിലത്ത് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചെവിയുള്ളവരും കേൾക്കട്ടെ എന്നുള്ള ആ പദപ്രയോഗമാണ് ഞാൻ ചില കാര്യങ്ങൾ അത് പറഞ്ഞത്. ദൈവമക്കളെ, ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള നന്മകൾ എത്രയോ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ നമുക്ക് എന്തെല്ലാം ലഭിക്കാൻ പോകുന്നു എന്ന് നമുക്ക് ആർക്കും ഇപ്പം ഒരു കാരണവശാലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നമ്മളെ കർത്താദാസൻ വർഗീസ് ഭാഷ നമ്മളെ കാര്യങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കൊണ്ട് നമ്മൾ നിർത്തിയിരിക്കുന്നത് 1,44,000 പേര് മുദ്രയിട്ട് വേർതിരിക്കുന്നവരും അവര് അവിടെ ഒരു പാട്ട് പഠിക്കുന്നതും അതുപോലെ അവരെ സംബന്ധിച്ച് അവരെപ്പോഴും കുഞ്ഞാടിനോടുകൂടെ അവർ നടക്കുന്നവരാണ്. അത് എന്താണെന്ന് ചോദിച്ചാല് അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ
കുഞ്ഞാട് തൊട്ടിയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിന്റെ കുഞ്ഞാടും ആദ്യ ഫലമായി മനുഷ്യകളിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ പറയുന്നത്. ദൈവമക്കളെ, ഈ മഹോദര കാലത്തിൽ കൂടെ കടന്നു പോകുന്ന വിശുദ്ധന്മാര് കുഞ്ഞാടിനോട് വസിക്കണമെങ്കിൽ, നടക്കണമെന്നുണ്ടെങ്കിൽ അവർ കളങ്കമില്ലാത്തവരായിരിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ രഹസ്യ വരവിൽ ഒന്നാമത്തെ പറയും, നമ്മൾ എടുക്കപ്പെടുന്നവരായി നമ്മളെ സംബന്ധിച്ചു നമ്മളും ദൈവമക്കളെ കളങ്കമില്ലാത്തവരായിട്ട് നമ്മൾ ജീവിക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാ, ഇന്നത്തെ കാലത്ത് കളങ്കമില്ലാത്തവരായിട്ട് ജീവിച്ചാൽ ചിലപ്പം അല്പം നഷ്ടമോ കഷ്ടമോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകും. ഇന്ന് മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ വടി വെച്ച് വെക്കുന്നത് കുട വെക്കാത്തവരും കുട വെക്കുന്നത് വടി വെക്കാത്തവരൊക്കെയാണ് മിടുക്കന്മാരായിട്ട് കാണുന്നത്. എന്നാൽ നമ്മൾ കളങ്കമില്ലാത്തവരായി വാർത്തകളിലൊക്കെ ജീവിച്ചാല് ചിലർക്ക് നഷ്ടം ഉണ്ടായാലും നമ്മുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏതായാലും കർത്താവിന്റെ ദാസന് 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ കൊണ്ട് നമ്മുടെ നിർത്തിയ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. വേറൊരു സുവിശേഷം, ഒരു ദൂതൻ വന്ന് ഒരു സുവിശേഷം പറയുന്നത്, അത് ആ ദൂതനെ കൊണ്ട് മാത്രമേ ആ സുവിശേഷം ലോകത്തിലൊക്കെ പറയുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയിലൊക്കെയും പ്രസംഗിച്ച ശേഷമായിട്ട് അവസാനം വരുമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം. ഇന്ന് ഞാൻ ഒരാളോട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സുവിശേഷം കേൾക്കാത്ത ഒത്തിരി ഉണ്ട്, അവരുണ്ട് ഇവരുണ്ട് അങ്ങനെയുണ്ട് ഇതുണ്ട്, അതുകൊണ്ട് അവരെല്ലാം സുവിശേഷം കർത്താവ് വിലച്ചുള്ളൂ എന്നൊക്കെയാണ് അവരൊക്കെ അഭിപ്രായം. എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവസാന നാളില് മഹോദര കാലത്ത് 144,000 പേര് സുവിശേഷം അറിയിക്കാനായിട്ട് അവരുണ്ടായിരിക്കും. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതൻ ഒരു സുവിശേഷമായിട്ട് ലോകം മുഴുവനും അറിയത്തക്കണമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ നിശ്ചയമായി അവസാനം വരുമെന്ന് പറയുമ്പോൾ, ഇത് എന്ന് പറഞ്ഞാൽ മഹോദരത്തിന്റെ കാലം കഴിയും, കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള വരവാകും എന്ന് നമുക്ക് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ലോകത്തെ സുവിശേഷം അറിയാതെ മരിച്ചു പോകുന്നവരുണ്ട്. അതിനെക്കുറിച്ച് കർത്താദാസന പറയുവാനിടയായി തീർന്നല്ലോ. അത് ദൈവം അതിന് എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. ആ കാര്യം നീതിയുള്ള ന്യായാധിപനാകുന്ന നമ്മുടെ കർത്താവ് ആ കാര്യങ്ങളെ നിശ്ചയമായും അതുപോലെ ചെയ്തുകൊള്ളും എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാക്തത്വം എന്താണെന്ന് വെച്ചാൽ, തീത്തോസ് ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുമ്പോൾ, ഇന്ന് ലോകത്തിൽ ജഡത്തിൽ നമ്മൾ ആയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുവാനുള്ള ആ കൃപ ദൈവം നമുക്ക് ഉദിപ്പിച്ചാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ആരുടെയും പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നമ്മൾ എന്തെങ്കിലും മുതൽ മുടക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ആ ഒരു മനുഷ്യാത്മാവിന്റെ വിലയെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും എന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവർ എന്ത് പ്രയോജനം പറയുമ്പോൾ ഭൂലോകത്തെക്കാളും വിലയേതാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ വില എന്ന് പറയുന്നത്. അങ്ങനെ ഭൂലോകത്തെക്കാളും വിലയേറിയ ഒരു ആത്മാവിനെ വില കൊടുത്ത് മേടിക്കണം എന്ന് വെച്ചാൽ നമുക്ക് അത് നടക്കത്തില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് സൗജന്യമായിട്ട് രക്ഷ തന്നു. വിശ്വസിക്കുന്ന ഏവർക്കും അവനോട് സൗജന്യമായ രക്ഷ തന്നു എന്നാണ് നമുക്ക്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ലോകത്തിൽ ജഡത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിന്റെ കൃപയാൽ സുമിറ്റിക്ക് സംബന്ധിക്കുന്ന എല്ലാവരും തന്നെ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരും, അതുപോലെ നമ്മളെ വേർപാടേണ്ട കാര്യങ്ങളൊക്കെ വേർപെട്ട് ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിനും ദൈവത്തെ ആരാധിച്ച കർത്താവിന്റെ വരവിനു വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുന്നവരാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ദൈവത്തെ ദാസനായ പൗലോസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, അവിടെ വായിക്കുമ്പോൾ പറയുന്നത് അവിടെ വായിക്കുന്നത് 11-ാം വാക്യത്തിൽ വായിക്കുന്ന സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവബോധിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ഉണ്ടോ. ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവാണ്. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്, അവിടെ വായിക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയെ കാത്തുകൊണ്ട്
ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരാടനെ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പൊ ഇന്ന് ലോകത്തിൽ ജലത്തിലായിരിക്കും നമ്മളെ സംബന്ധിച്ച് ദൈവം നമുക്ക് രക്ഷ സൗജന്യമായിട്ട് തന്നു. ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ കൽപ്പയാകുന്ന സ്നാനം നമുക്ക് സ്വീകരിക്കാൻ ഇടയായിത്തീർന്നു. അതുപോലെ നമ്മൾ വേർപെടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേർപെട്ട് നമ്മളെ ജീവിക്കുന്നവരാണ്. നമ്മുടെ കർത്താവിന്റെ പരിപാടി നമ്മളെ കാത്തിരിക്കുന്നവരാണ്. അങ്ങനെ കാത്തിരിക്കുന്നവരായി നമ്മളെ സംബന്ധിച്ച് ഭക്തികേടും പ്രപഞ്ചമോഹവും നമ്മൾ വർദ്ധിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഭജനത്തിലെ കൽപ്പനയാണ്. മക്കളെ, ഇന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ബന്ധുക്കോസ് ലോകത്തിലാണെങ്കിലും വേർപാടിന്റെ കാര്യത്തിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പുറമോട്ടാണ്. അതുകൊണ്ട് ആ വസ്ത്രം കൊണ്ടല്ല, അതുകൊണ്ടല്ല, ഇതുകൊണ്ടല്ല നമ്മുടെ ഭക്തി അറിയിക്കുന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും നമുക്കറിയാലോ, ദൈവദിവസങ്ങളിൽ വായിക്കുമ്പോൾ ഭക്തി അവിടെ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് എന്തറിയാമോ, അന്ത്യകാല 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിൽ ഒന്ന് കാണപ്പാട് അറിയാവുന്നതെന്ന് പറഞ്ഞത് ഭക്തിയുടെ വേഷം ശക്തിയെ ത്യജിക്കുക. അപ്പൊ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തിയെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തിക്ക് എപ്പോഴും ഒരു വേഷമുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പൊ ഭക്തിക്ക്, നമ്മൾ ആത്മീയരായിരിക്കും നമ്മളെ സംബന്ധിച്ച് നിശ്ചയമായി ഭക്തിക്ക് ഒരു വേഷമുണ്ട്. അപ്പോൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തിയെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പുറമുള്ള വേഷം മാത്രം ധരിച്ചുകൊണ്ട് ശക്തിയെ ത്യജിക്കല്ലേ. അപ്പോൾ ഭക്തിക്ക് അതിൻ്റെതായ ഒരു വേഷം കൊണ്ട് താനും അതിന് ശക്തിയോടെ ധരിച്ചുകൊണ്ട് നമ്മൾ നിർവ്യാമ ഭക്തിയുടെ പ്രപഞ്ചമോഹവും വർദ്ധിച്ച് ഈ ലോകത്തിൽ നമ്മൾ ആ സുബോധത്തോടെ നമ്മൾ ജീവിച്ച് നമ്മുടെ കർത്താവിന്റെ പേരുടെ നമ്മൾ കാത്തിരിക്കണം എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് 2-4 നമ്മളെ വായിക്കുന്നത്, നമ്മെ സകല അധർമ്മത്തിൽ വീണ്ടെടുത്തു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ വീണ്ടെടുത്തു, സൽപ്രവൃത്തികളെ ശുഷ്കാന്തിയുള്ളവരും സ്വന്തമായി തനിക്ക് ശുചീകരിക്കാൻ നമുക്ക് വേണ്ടി കൊടുത്തു. മകളെ, നമ്മൾ ലോകത്തിൽ ജലമായിരിക്കുമ്പോൾ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ അനുസരിച്ച് കർത്താവിനെ നമ്മൾ കാത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് സർവീസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സൽപ്രവൃത്തികൾ എന്താകുമോ ശുഷ്കാന്തി. ഈ സൽപ്രവൃത്തികൾ അറിയാമോ, വളരെ അറിയാമോ, ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോകത്തിൽ ജലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെ കഴിയുന്നിടത്തോളം നമുക്കറിയാമോ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഉള്ള ഒരു സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് നമ്മൾ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ആത്മീയമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ റോമായർ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നല്ല പ്രവൃത്തിക്ക് വീട്ടുന്ന സ്ഥിരത പോകണം, തേജസ് മാനവും അക്ഷതയെ അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. അപ്പൊ നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷതയും. അപ്പോൾ നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത കൊണ്ട് അതിനകത്തൊരു യാതൊരു ന്ന അവസ്ഥയില് തേജസ്സും നമുക്ക് കിട്ടുന്ന മാത്രമാണ് തേജസ്സും മാന്യവും നമ്മളെ കാണിക്കുന്ന മാന്യത. അത് അക്ഷതയില്ലാത്ത സഹചര്യങ്ങൾക്ക് നിത്യജീവനും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ നല്ല പ്രവൃത്തിക്ക് പറഞ്ഞ സ്ഥിരത എന്ന് പറയുമ്പോൾ ഞാൻ സുമേറ്റിക്ക് സംസാരമുള്ളൂ ഞാനൊരു പറയാറുണ്ട്. ഈ അതിൻ്റെതായ ഒരു പ്രത്യേക സ്വഭാവം. പിന്നെ യജമാനാണെന്നായത് എന്തിനെ കണ്ടാലും കാണിക്കും. അത് പുത്തുന്ന പശുവാണെന്നോ കാളയാണെന്നോ അല്ലെങ്കിൽ ആനയാണെന്നോ അങ്ങനെ വിഷയമല്ല. അത് പേര് ബാധിച്ചത് അത് ഏതിനെ കണ്ടാലും കാണിക്കും. എന്തിനേലും കിട്ടിയില്ല കാണിക്കും. അതുപോലെ നമ്മുടെ ഈ നല്ല പ്രവൃത്തിക്ക് പറഞ്ഞ സ്ഥിരത കൊണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ തന്നെ ചെയ്യാനുള്ള ഒരു തീഷ്ണത, താല്പര്യം നമുക്കുണ്ടെങ്കിൽ തേജസ്സും അക്ഷത അന്വേഷിക്കുന്നത് നിത്യജീവനാണ് മക്കളെ. ദൈവത്തോടുള്ള ജീവനാണെങ്കിൽ ലഭിക്കാൻ പോലെ. അതുകൊണ്ട് ലോകത്തിൽ നമ്മുടെ ദൈവത്തെ കുറയാൽ പുതിയ നിയമസഭയുടെ നമ്മളെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. നമ്മുടെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവിന്റെ
അവിടുത്തെ പ്രത്യക്ഷതക്കാട് നമ്മൾ കാത്തിരിക്കുന്നില്ല. നമ്മളെ പ്രപഞ്ചവും എല്ലാം വർദ്ധിച്ചിട്ട് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി അതിനകത്ത് വ്യാപൃതമുള്ളവരായി നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യം ചെയ്ത് കർത്താവിനോട് നമുക്ക് കാത്തിരിക്കാം. നിശ്ചയമായി നമ്മുടെ കർത്താവ് വരുമ്പോൾ നമുക്ക് പ്രതിഫലം ദൈവം നമുക്ക് തരും. ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ സഹായിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രിയമായി കൺക്ലൂഷൻ ചെയ്യുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.